മാനന്തവാടിയെ മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ കാട്ടാനയെ മയക്കുവെടിവെച്ചു. ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. നഗരത്തിൽ ഇറങ്ങി 12 മണിക്കൂറിന് ശേഷമാണ് ആനയെ മയക്കുവെടി വെച്ചത്. കുങ്കിയാനയെ അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇരുട്ട് പരന്നിരിക്കുന്നു, പക്ഷേ അവിടെ വെളിച്ചം ലഭിക്കും, കൃത്യമായ വെളിച്ചം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്ത്, ഈ ഇരുട്ടായത് വെല്ലുവിളി കൂട്ടുന്നുണ്ടോ? സ്വാഭാവികമായും അതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ വെളിച്ചമൊരുക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആനകളെ കൊണ്ടുവരാൻ വേണ്ടി JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുകയാണ്. ഇതൊരു വാഴത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. ആ മേഖലയിൽ മണ്ണ് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. കുങ്കിയാനകളെ നേരത്തെ എത്തിച്ചിട്ടുണ്ട്, ലോറി എത്തിച്ചിട്ടുണ്ട്. അതായത് ഇത് കൊണ്ടുപോകുന്ന ആനിമൽ ആംബുലൻസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ലോറികൾ, JCBകളെല്ലാം തന്നെ സജ്ജമാണ്. ആന കുറച്ച് കൂടി മുന്നിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മയങ്ങിയ നിലയിലാണ്. സ്വാഭാവികമായും വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സജ്ജരായി കുങ്കിയാനകൾ ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ച് കോന്നി സുരേന്ദ്രനാകും ഇതിനെ നയിക്കുക. ശബരിമല വനത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കോന്നി സുരേന്ദ്രനെ. 1999 വനം വകുപ്പിൻ്റെ ജീപ്പിൽ കയറ്റിയ ആനക്കുട്ടിയാണ് ഇത് കോന്നി ആനത്താവളത്തിൽ കൊണ്ടുവന്ന് പിന്നീട് ഇതിനെ ചട്ടം പഠിപ്പിച്ച് അങ്ങനെ ഒരു കുങ്കിയാനയാക്കി മാറ്റുകയായിരുന്നു. അത്തരം ധാരാളം ആരാധകരുള്ള കൊമ്പനാണ് ഈ കോന്നി സുരേന്ദ്രൻ. കുങ്കിയാനകളെ നയിക്കുന്നത് കോന്നി സുരേന്ദ്രനാണ്. കോന്നി സുരേന്ദ്രനൊപ്പം വടക്കനാടൻ കൊമ്പൻ എന്ന് വിളിക്കുന്ന വിക്രമുണ്ട്. ഒപ്പം തന്നെ സൂര്യ എന്ന് പറയുന്ന മറ്റൊരു കൊമ്പൻ കൂടിയുണ്ട്. ഇത്തരത്തിൽ 3 കുങ്കിയാനകളാണ് ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത്. കോന്നി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇതിനെ 2 ആനകൾ അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്ന് പിറകിൽ നിന്ന് കോന്നി സുരേന്ദ്രൻ ഇതിനെ തള്ളി അകത്തേക്ക് കയറ്റുന്ന വിധത്തിലേക്കായിരിക്കും, അതായത് ഈ ലോറിക്ക് അകത്തേക്ക് കയറ്റുന്ന വിധത്തിലേക്കായിരിക്കും ഇതിൻ്റെ ക്രമീകരണം നടത്തുക. നേരത്തെ PT7 പിടി വീണപ്പോൾ ഉൾപ്പെടെ ഈ കോന്നി സുരേന്ദ്രൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോന്നി സുരേന്ദ്രൻ PT7 ദൗത്യത്തിൻ്റെ ഭാഗമായി ആദ്യം വിക്രമും ഭരതുമായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് കോന്നി സുരേന്ദ്രൻ പിന്നീട് എത്തിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കോന്നി സുരേന്ദ്രൻ്റെ ഒരു സാന്നിധ്യം ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഈ 3 കൊമ്പന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് വനം വകുപ്പ് ദൗത്യം നടപ്പാക്കുന്നത്. 3 കുങ്കിയാനകൾ ഉപയോഗിച്ച് ഈ തണ്ണീർക്കൊമ്പനെ ഈ കാട്ടിലേക്ക് തിരികെ അയക്കാനുള്ള ദൗത്യം നടപ്പാക്കുകയാണ്. ലോറി എത്തിച്ചിട്ടുണ്ട്. 2 JCBകൾ എത്തിച്ച് കുങ്കിയാനകൾക്ക് പോകാനുള്ള വഴിയൊരുക്കുകയാണ്. അവിടെ നിന്നും ഏതാണ്ട് ഇപ്പോൾ ഈ കുങ്കിയാനകൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 200 മീറ്ററോളം അകലെയായാണ് ഈ കാട്ടാന നിലനിൽക്കുന്നത്. ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെ ആണ് കാട്ടാന. അല്പം പിറകിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇതിനുശേഷം ആ പിറകിലേക്ക് മാറിയ ശേഷം ആനയെ ഒരു ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ആ ഭാഗത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. പടക്കം പൊട്ടിച്ചും മറ്റും അതിനെ ഇവിടേക്ക് തിരിച്ച് ഈ പ്രദേശത്തേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും. എന്തായാലും ആന മയങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ, അതായത് ഇനി കൊണ്ടുപോകേണ്ട ആ ഒരു ദൗത്യമാണ് നടപ്പാക്കേണ്ടത്. ഇരുട്ട് വീണിരിക്കുന്നു പൂർണ്ണമായും. വെളിച്ചത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വെളിച്ചം എത്തിച്ച ശേഷം, അതായത് ഈ ടവർ ലൈറ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ സംവിധാനം ഒരുക്കുന്നത്. ഈ പ്രദേശത്തെല്ലാം തന്നെ വൈദ്യുതി ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റ് അലോസരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഇനി ഈ 3 കുങ്കിയാനകൾ കോന്നി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ, ഏറ്റവും അധികം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന നാട്ടാനയ്ക്ക് ആരാധകരുള്ള പോലെ തന്നെ കോന്നി സുരേന്ദ്രനും ധാരാളം ആരാധകർ ഉണ്ട്. ലാഹ വനമേഖലയിൽ നിന്ന് ഈ വനംവകുപ്പിൻ്റെ ഭാഗമായ കൊമ്പനാണ് ഈ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ആനയഴകിൽ, ആനശാസ്ത്രത്തിൽ ലക്ഷണമൊത്ത ഒരു കൊമ്പനാണ്. സ്വാഭാവികമായ ആ കൊമ്പൻ്റെ നേതൃത്വത്തിൽ ഈ ആനയെ പിന്നീട് ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമം ഉണ്ടാകും. യുക്കാലിത്തടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോറി തയ്യാറാക്കിയിരിക്കുന്നത്. ആ ലോറിയിലേക്കാണ് ഈ ആനയെ കയറ്റുക. കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കർണാടകയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ചാകും ഇതിനെ ബന്ദിപ്പൂരിലെ ഏത് മേഖലയിലേക്കാണ് വിടേണ്ടതെന്നുള്ള തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഹൂഡി എന്ന് പറയുന്ന റേഞ്ചിന് കീഴിലുള്ള പ്രദേശത്ത് വിടണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശം നടപ്പിലാക്കുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 2 JCBയാണ് എത്തിച്ചിട്ടുള്ളത്. 3 കുങ്കിയാനകൾ ഒരു ഭാഗത്ത് സജ്ജരായി നിൽക്കുന്നു, മറുഭാഗത്ത് ഈ ആനിമൽ ആംബുലൻസ് സജ്ജമായി നിൽക്കുന്നു. അങ്ങനെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ തണ്ണീർക്കൊമ്പനെ ഇവിടേക്ക് തള്ളി കൊണ്ടുവന്ന് അതിനുശേഷം വേണം ഈ ലോറിയിലേക്ക് കയറ്റാൻ. ലോറിയിലേക്ക് കയറ്റിയ ശേഷം പൊടുന്നനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഒരുപക്ഷെ മുത്തങ്ങ വഴി തന്നെയാകും കൊണ്ടുപോകുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മുത്തങ്ങ വഴി ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ളത്. അതിനെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നറിയില്ല. അതിൻ്റെ ആരോഗ്യനില ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാകും ആനയെ കൊണ്ടുപോവുക. എന്തായാലും ആ ദൗത്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇരുട്ട് വീണിരിക്കുന്നു. വെളിച്ചമൊരുക്കാനുള്ള സംവിധാനങ്ങൾ വനം വകുപ്പ് അത്തരം ക്രമീകരണം
ക്രമീകരണങ്ങൾ നടത്തുന്നു. എന്തായാലും ഈ മാനന്തവാടിയെ വിറപ്പിച്ച, അതായത് മുൾമുനയിൽ നിർത്തിയ ഒരു കാട്ടാന, ആ കാട്ടാന റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള അലോസരമോ പ്രശ്നമോ പ്രതിസന്ധിയോ ഈ പ്രദേശത്തിന് ഉണ്ടാക്കിയില്ല. പക്ഷേ ആനയുടെ സാന്നിധ്യം വലിയ രീതിയിലുള്ള ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഒരാളെ ആക്രമിക്കുകയോ കൂടുതൽ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ഈ ആന ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹാസൻ എന്ന് പറയുന്ന പ്രദേശത്തെ മേഖലയിൽ, ഈ തോട്ടം മേഖലയിൽ ഇറങ്ങി വരികയും നിരന്തരം അവിടെ നിന്ന് ദൗത്യസംഘത്തിലുള്ളവർ തന്നെ പറഞ്ഞു ഇരുട്ടായാലും വലിയ പ്രശ്നമില്ല, അതിന് വെളിച്ചത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ അവിടേക്ക് പവർ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ? വെളിച്ചം ആവശ്യത്തിന് അവിടെ ഉണ്ടോ? അതോ വലിയ പ്രതിസന്ധി ആകുന്നുണ്ടോ? അത് വെളിച്ചം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ വനംവകുപ്പ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് ഈ ടവർ ലൈറ്റ് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് മാത്രമല്ല, ഈ ആനയ്ക്ക് കടന്നു വരാനുള്ള, കുങ്കിയാനകൾക്ക് പോയി തിരികെ ഈ ആനയുമായി വരാനുള്ള വഴിയൊരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിച്ചം ഒരു പ്രശ്നമല്ല നിലവിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ മേഖലയിലേക്ക് അത്യാവശ്യം ലൈറ്റ് എല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ആനയെ ഇവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ടവർ ലൈറ്റുകൾ എത്തിച്ച് ഇവിടെ പ്രകാശം ഉണ്ടാക്കാനുള്ള അത്തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി ഓഫായിട്ടുള്ളത് അത് ഇവിടെ സുരക്ഷാ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. കൊണ്ടുപോകുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതിരിക്കാനുള്ള അത്ര സുരക്ഷാ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ്. എന്തായാലും 12 മണിക്കൂറിലേറെ ഈ എടവക ഒപ്പം തന്നെ മാനന്തവാടി മേഖലയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുക തന്നെയാണ് ഉണ്ടായത്. 144 പ്രഖ്യാപിച്ചു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു, വിദ്യാലയങ്ങൾ മുടക്കി, കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു. ഒരു ഹർത്താൽ പ്രതീതിയായിരുന്നു ഇത്ര സമയവും ഉണ്ടായിരുന്നത്. ആ പ്രതീതിക്ക് മാറ്റം വന്നിട്ടില്ല. ഹർത്താൽ പ്രതീതി തന്നെ തുടരുകയാണ്. ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മാത്രമേ സ്വാസ്ഥ്യം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്, അത്ര സമാധാനം തിരികെ എത്തുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആളുകളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ്. ആനയെ ഇവിടെ നിന്നും സുഗമമായി കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു ദൗത്യമാണ് നടപ്പിലാക്കുന്നത്. 2 JCBകൾ എത്തിച്ചിട്ടുണ്ട്. ആ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി ആനകൾക്ക് പോകാനുള്ള വഴിയൊരുക്കി. ഇനി 3 കുങ്കിയാനകൾ, അതായത് 2 ആനകൾ അപ്പുറത്തും ഇപ്പുറത്തുമായി പിന്നിൽ നിന്ന് കോന്നി സുരേന്ദ്രൻ ഈ ആനയെ തള്ളി ഈ ഇതിലേക്ക് കയറ്റുന്ന വിധത്തിൽ, അതായത് ഈ വാഹനത്തിലേക്ക്, ലോറിയിലേക്ക് കയറ്റുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. ആനിമൽ ആംബുലൻസ് സജ്ജമായിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നേരെ കൊണ്ടുപോകുന്നത് മുത്തങ്ങ വഴി ഈ ബന്ദിപ്പൂർ വനമേഖലയിലേക്കാകും. ബന്ദിപ്പൂർ വനമേഖലയിലെ ഹൂഡി റേഞ്ചിലാണ് ഈ ആനയെ എത്തിക്കണമെന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ആ ഉത്തരവ് നടപ്പാക്കുകയാണ് വനംവകുപ്പ് ചെയ്യുന്നത്. കർണാടകയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ ഏറെ സമയമായി രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ മാനന്തവാടി നഗരത്തിലെ ഈ ചതുപ്പ് നിലത്തിൻ്റെ മുകളിലായി, കൃഷിയിടത്തിൻ്റെ മുകളിലായി ആളുകളെല്ലാം തന്നെ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. വിവിധ മേഖലകളിൽ, കെട്ടിടങ്ങളിൽ, അതിനെല്ലാം തന്നെ മുകളിൽ ആകാംക്ഷാഭരിതരായി എന്തു സംഭവിക്കുമെന്നുള്ളത് ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ആന അലോസരം സൃഷ്ടിക്കുകയോ തണ്ണീർക്കൊമ്പൻ ഒരു തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ അതൊന്ന് പുറത്തു പോകാൻ ശ്രമിച്ചു. പക്ഷേ അതേ വഴിയിൽ തന്നെ അത് മടങ്ങി തിരിച്ച് വാഴത്തോട്ടത്തിലേക്ക് തന്നെ എത്തി തമ്പടിച്ചു. പിന്നീട് ഈ ദൗത്യം തുടങ്ങിയ ഘട്ടത്തിൽ ആ സമയത്ത് മുകളിൽ ഒരു കുന്നിന് മുകളിലേക്ക് ഒന്ന് നടന്നു കയറി. ആ നടന്നു കയറിയ കൊമ്പനെ തിരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ അവർ ശ്രദ്ധ തിരിച്ചുകൊണ്ട് വീണ്ടും താഴേക്ക് എത്തിച്ചു. അത് വാഴത്തോട്ടത്തിലേക്ക് കയറി. വാഴത്തോട്ടത്തിൽ വെച്ച് ഒരു തവണ ഡോക്ടർ അജേഷ് മോഹൻദാസ് വെടി ഉതിർക്കാൻ ശ്രമിച്ചു. ആ വെടി ഉതിർത്ത ശേഷം അത് വീണ്ടും വാഴത്തോട്ടത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടയിൽ വീണ്ടും പടക്കം പൊട്ടിച്ച് അതിനെ വാഴത്തോട്ടത്തോട് ചേർന്നുള്ള പ്രദേശത്തേക്ക് എത്തിച്ചു ഈ ആനയെ. ആ ആനയെ അവിടെ വെച്ച് മയക്കുവെടി വീണ്ടും വെച്ചു. അതായത് ഡോക്ടർ അരുൺ സക്കറിയുടെ അസിസ്റ്റൻ്റ് കൂടിയായ ഈ ബയോളജിസ്റ്റ്, കൺസർവേഷൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണുവാണ് വെടി ഉതിർത്തത്. അത് ഒരു പെർഫെക്റ്റ് ഷോട്ടായിരുന്നു. ആ ദൗത്യം പൂർത്തിയായി. ആന മയങ്ങി തുടങ്ങി. പിന്നീട് ഡോക്ടർ അജേഷ് മോഹൻദാസ് ഒരു പോപ്പപ്പ് ഡോസ് കൂടി നൽകി. ആന മയങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഇനി വേണ്ടത് ആനയെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് വനംവകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആനിമൽ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 2 JCBകൾ എത്തിയിട്ടുണ്ട്. ഇനി വടം ഉപയോഗിച്ച് ആനയെ മരത്തിലേക്ക് ബന്ധിച്ച ശേഷം ഇവിടെ നിന്നും യാത്ര തുടങ്ങാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇരുട്ട് പൂർണ്ണമായും വീണിരിക്കുന്നു. ഇനി വേണ്ടത് ഇവിടെ വെളിച്ചം ഉണ്ടാക്കിയ ശേഷം, അത് വനംവകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും അത്തരത്തിലുള്ള ദൗത്യം ആണ് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്.